സംബന്ധമായ ചില വിഷയങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹാഫിദ് ഷാഫി ഉസ്താദ് അധികാരി അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സ്ഥാപനത്തിൻ്റെ നിഷേധനായ പ്രസിഡന്റ് ഷറഫുദ്ദീൻ സഖാഫി ഉസ്താദ്, ബാക്കി അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ, എല്ലാവർക്കും ആദ്യമായി മഹത്തായ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ എല്ലാ ദിക്കുകളിലും സന്തോഷം കൊണ്ട് വളരെയധികം ആഹ്ലാദത്തിലാണ് ഇന്ത്യക്കാരായ ഓരോരുത്തരും. കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വതന്ത്രമില്ലാത്ത ഒരാട്ടിൻകൂട്ടിന് സമാനമായ രാജ്യത്തായിരുന്നു നമ്മുടെ മുൻഗാമികൾ ജീവിച്ചിരുന്നത്. ആ സമയത്ത് വൈദേശിക ആധിപത്യത്തിനെതിരെ, പറങ്കി പടക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത് വൈദേശികരുടെ തീതുപ്പുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ വിരിമാറ് കാണിച്ചു കൊടുത്ത് സ്വതന്ത്രം നേടിത്തന്ന നമ്മുടെ മുൻഗാമികളെ ഓർമ്മിക്കുന്ന 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കടലാസുമായി ആദ്യത്തെ സ്വതന്ത്രദിന പ്രഭാഷണത്തിന് വന്ന ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മ. ഇന്ത്യ സ്വതന്ത്രമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുന്ന അവസരത്തിൽ ജാതിമത ഭേദമന്യേ സംസ്കാരങ്ങളും എല്ലാവരും ഒന്നിച്ച് പോരാടിയ, അങ്ങനെ നേടിയെടുത്തതാണ് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രം. ബഹുമാനപ്പെട്ട വാരിയം കുന്നത്തും ആലി മുസ്ലിയാരും മമ്പുറന്തങ്ങളും ആഷിഖുർ റസൂൽ വെളിയങ്കോട് ഉമറുൽ ഖാദിയും മൗലാന മുഹമ്മദ് അലിയും ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും എല്ലാവരും ശക്തമായ പോരാട്ടത്തിനിറങ്ങി. എല്ലാം മറന്ന് ഇറങ്ങിയതിൻ്റെ കാരണമാണ് നമുക്ക് ഇന്ത്യയിൽ സ്വതന്ത്രം കിട്ടാൻ കാരണം. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മുടെ രാജ്യത്തിന് കിട്ടിയ സ്വതന്ത്രം ഹനിക്കാൻ വരുന്ന കക്ഷികൾക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത് നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ട ഒരു ബാധ്യതയും കൂടെ നമുക്കുണ്ട്. ഏതായാലും ഈ സമയം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളെ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നമുക്ക് വേണ്ടി സ്വതന്ത്രത്തിന് വേണ്ടി നേടിത്തരാൻ വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ നമ്മൾ ഓർക്കണമെന്ന് ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. ഒരു സെക്കൻഡ്, വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.